ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്ക് ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒരു വ്ളോഗ് കണ്ടാലോ? എന്താകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഫുള്ള് അപ്രതീക്ഷിതകരമായ കാര്യങ്ങൾ മാത്രമാണ് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോകാൻ റെഡിയാവുകയാണ്. ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അടുത്ത് കാണാൻ പോകുന്നത്. കൂടിപ്പോയില്ല, നമുക്ക് ഹൈബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞൊരു പൊട്ടിടാം. ഇന്നലെ ഇങ്ങോട്ട് വാങ്ങിച്ചതേ ഉള്ളൂ, പൊട്ടിച്ചത് പോലും ഇല്ല. ഇനി നമുക്ക് കൂടി ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ റെഡി ആയിരിക്കുന്നു ഗൈസ്. ശ്രീകുട്ടൻ എത്ര വയസ്സായി ചെറുതാമേ? 13 വയസ്സായി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടം വരെ. ഭാഗ്യത്തിന് അത്ര വെയിലില്ല. നേരത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ വെയിലാ. ഞങ്ങൾ നടന്നിങ്ങി വന്ന് സരിതാമ ബാക്കില്ല. അവിടെ ആരെങ്കിലും കാര്യം പറയാൻ കിട്ടിയ പിന്നെ 1 മണിക്കൂർ അവിടെ നിന്ന് കാര്യം പറയും. ഞങ്ങളുടെ കൂട്ട് തോണ്ട തോളി കേട്ട് 2 പേര് വരുന്നുണ്ട്. എപ്പോഴും പോകുന്ന ദാരികന്റെ ശിരസ് കൊയ്യ ഓരൂപിണിയം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വീട്. കണിക്കൊന്നയും അടിപൊളി. ഇത് തോടാണ്, പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളമില്ല, വറ്റി കിടക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ശ്രീകുട്ടൻ്റെയും ഉണ്ണിക്കുട്ടൻ്റെയും സ്കൂളാണ്. ആദിനാട് സ്കൂളിൻ്റെ പേര് പറയടാ. കുലശേഖരപുരം സ്കൂൾ. ശ്രീകുട്ടൻ നിൻ്റെ ക്ലാസ് കാണിച്ചായിരുന്നേടാ? കാണിച്ചില്ലേ? സ്കൂളെത്താറായി. സ്കൂൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സ്കൂൾ. പറ, ഏതാ ക്ലാസ്? ആ ബോർഡ് ഇരിക്കുന്ന ക്ലാസ്സാണ് ശ്രീകുട്ടൻ്റെ ക്ലാസ്. സ്കൂളിലോട്ട് പോടാ. സ്കൂളിലോട്ട് നീ സ്കൂളിലോട്ട് പോ. നീ സ്കൂളിൽ പോയാൽ ഞാൻ പറഞ്ഞേ. ചേട്ടാ, ആടെ ബർത്ത്ഡേ കേക്ക് മുറിക്കത്തെന്ന് പറഞ്ഞിട്ടില്ല ഇയാൾ ഇത്ര ദേഷിക്കുന്നത്. അയ്യേ, ആർക്ക് മുറിക്കണം കേക്ക്? ഇതാണ് വലിയ സ്കൂള്. അതാണ് പ്ലെയിൻ സ്കൂൾ. നേഴ്സറിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ എന്താ നമ്മൾ ഒടുക്കത്തെ വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാനാണ് ഇവിടെ വന്നത്. ഫസ്റ്റ് വന്ന സ്ഥലം ഇവിടെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല മൽബറി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ മൽബറി അല്ലേ നമുക്ക് വേണ്ട, ചിക്കനല്ലേ. കട അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വിഷമിച്ചില്ല, കാരണം തൊട്ടടുത്ത് തന്നെ വേറൊരു കടയുണ്ടായിരുന്നു. അവിടെ പോയി. പക്ഷേ അത് തുറന്നേക്കുവാണോ അടച്ചേക്കുവാന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. എന്തായാലും ഈ കട അടച്ചേക്കുമായിരുന്നു. അങ്ങനെ
എന്തായാലും വന്നതല്ലേ, അവിടെ നിന്ന് മൽബറിയൊക്കെ പഴുത്തത് പിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ പോയിട്ട് നേരെ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള കടയിലേക്ക് പോയി. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ ആ കട തുറന്നില്ല. അടുത്ത കടയിലേക്ക് പോകാം. ഇതൊന്നും ഞങ്ങൾ തളരത്തില്ലല്ലോടാ. സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായി ചിക്കൻ വാങ്ങിക്കാൻ വരുന്ന ഒരു ഗായിയാണ് ഈ ഗായി. എനിവിടെ പൊട്ടിച്ചോ, പിന്നെ വാലിടുമ്പോഴേ അലിഞ്ഞു പോകും. എനിക്കിത് മതി പൊട്ടിപ്പോയത് എനിക്ക് പൊട്ടിച്ചോ അങ്ങനാണല്ലോ. പൊട്ടിച്ചോ, എനിക്ക് പൊട്ടിച്ചു തരാവോ? ചിക്കൻ ഞാൻ പിടിക്കാം. ഞാൻ പൊടിക്കുന്ന പക്ഷിരിക്കാൻ ഉപയോഗമുണ്ട്. ഇയാൾ ഉപകാരമുള്ള പണിക്കേ നിൽക്കത്തുള്ളൂ. ഒരെണ്ണം തിന്നില്ലയോ? ചേട്ടാ പട്ടിക്കുട്ട പടാ. എൻ്റെ ബദാം എടുത്ത് ഗൈസ്, എൻ്റെ ബദാം പോയി ഗൈസ്. എടാ അവന് ഇച്ചിരി കൊടുക്കടാ, പകുതി കൊടുക്കടാ, അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. അവന് കൊടുക്ക്, അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. കഷ്ടം, വിശന്നെങ്ങാണ്ടിരുന്ന് ഇതെന്ന് തോന്നുന്നു. മണ്ണിലിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തരാം, പിടിക്ക്. ചിക്കൻ പിടിക്കടാ, ഞാൻ തിന്നട്ടെ. തീർന്നോ? ഞാൻ വേഗം തിന്നു. നീ ക്രോസ് ചെയ്തങ്ങ് പോ. ശ്രീകുട്ടൻ പറഞ്ഞൊരു ചിക്കൻ ഇട്ട് കൊടുക്കാം. അവൻ്റെ വയറ് കണ്ട കൊടുക്കാൻ പാ. ചെറിയ പീസ് നോക്കി കൊടുക്ക്. അത് കുഴപ്പമില്ല, മണ്ണൊക്കെ തട്ടി അവൻ തിന്നോളൂ. നീ ആ റോഡിലോട്ട് കൊടുക്കാൻ തരുന്നു. നോക്കട്ടെ വേറെ കല്ലുണ്ടോ. ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല, ഒരുപാട് ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല, അതൊന്നും കൊടുക്കാവോ. അതാ ഇതിനകത്ത് വീണില്ല, വിലക്കകത്ത് വീണില്ല. ചവയ്ക്കാൻ പോലും വെക്കുന്നില്ല. അത് കുഴപ്പമില്ല, ഒരുപാട് കാണുമല്ലോ. എൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ പൈപ്പുണ്ട്, ഭാഗ്യം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സവാളയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ വന്നതാ. പക്ഷെ വെയിലാണ് ഒരു രക്ഷയില്ലാത്തത്, ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുണി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ വന്നതാണ്. വേറെ തുണിയൊന്നുമല്ല കേട്ടോ, യൂണിഫോം വാങ്ങിക്കാനാണ്. യൂണിഫോമിൻ്റെ തുണി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കുന്നത്. എന്താ അത് കൊള്ളാവോ?
അവിടെ നിറയെ കമ്മലിരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആ കമ്മലല്ല എൻ്റെ നോട്ടം പോയത്. ആ കമ്മലിൻ്റെ സ്റ്റാൻഡ് നിങ്ങൾ നോക്കൂ, നല്ല രസമുണ്ട് കാണാനല്ലേ. ആ സ്റ്റാൻഡാണ് എനിക്കിഷ്ടപ്പെട്ടത്. കമ്മലൊക്കെ എനിക്ക് കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, ഇടാൻ ഇഷ്ടമല്ല. എന്തൊരു വെയിറ്റാ. പിന്നെ കമ്മലൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ യൂണിഫോം വാങ്ങിച്ചു. ഗ്യാസ് വരുന്നു. മത്സരമാണ്. പെട്ടെന്ന് ആരെ കുടിച്ചൊക്കെ നോക്കാം. അയ്യോ, യൂണിഫോമൊക്കെ മേടിച്ചു, ജയിച്ചോന്നറിഞ്ഞ്. ആ വ്യക്തി എന്താണ്ട മുഖം മറച്ചോണ്ട് പോകുന്നു. ഭയങ്കര വെയിലയ്യോ. ഇപ്പൊ പെട്ടെന്ന് വീട് എന്തുവാ? ആ ആ 8ാം ക്ലാസ്സിലാവുമ്പോഴായിരിക്കും. ഒരു ഭാഗ പഠിക്കത്തില്ല, ഒരു ഭാഗം പഠിക്കത്തില്ല. എപ്പോഴും മില്ലിമിലിറ്റി കളിക്കലാണ് ഇവന്റെ മെയിൻ പണി. മിനി മിലിറ്റി, ഫ്രീ ഫയർ. സൗജന്യത്തിൽ ഞങ്ങൾക്കൊരു മാങ്ങ കിട്ടിയിരിക്കുകയാണ്. നോക്കട്ടെ, ക്ലിയർ ആണോ? സൂപ്പർ മാങ്ങ. നല്ല മാങ്ങയില്ലേ എടുത്താമേ? രണ്ടുപേരും ഉള്ളി പൊളിച്ചാൽ ചിക്കൻ കറി തിന്നു സഹായിക്കാം. ഇയാളെ തിന്നൂറ സഹായിക്കും. ഞങ്ങൾ വന്നു ഒടുക്കത്തെയോ ഒടുക്കത്തെ ചൂട്, ഒരു രക്ഷയില്ല. പട്ടിയെ അങ്ങോട്ട് പോയപ്പോഴും ഇവിടുത്തെ പട്ടിയെ കാണാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നോക്കട്ടെ. ആദ്യം തന്നെ മുഖം ഒന്ന് കഴുകാം. ഈ വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ മുഖത്തെ ഈ ടാനൊക്കെ മാറാൻ വേണ്ടി ഞാനൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാവേ. നീ ആണല്ലോ ഉള്ളി പിടിക്കുന്നേ? മാറാ, ഞാൻ വിളിക്കാം. ഇത് ഫുള്ള് നമുക്ക് കിങ്ങിണി കിങ്ങിണി ഇനി നിങ്ങളാരും കളിയാക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെയൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളായിരുന്നു. അപ്പം നോക്കാം എങ്ങനെ ആവുമെന്ന്. അങ്ങനെ സംഭവം വളരെ കളർഫുള്ളായിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ശരിയായിട്ട് തന്നെ ഒന്നും തെറ്റിയിട്ടില്ല. കളർഫുള്ളായിട്ടിങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മാറ അങ്ങോട്ട് വന്നേക്കും. ഇളക്ക്, ബർത്ത്ഡേക്കാരൻ തന്നെ ഇളക്ക്. ഒരേ ഒരു വിഷയമുള്ളൂ, പുകയാണ് വിഷയം. നമ്മുടെ അടുത്ത മസാലകൾ വരുന്നുണ്ട്. ഞാൻ പോയിച്ച് വെള്ളം എടുക്കാം. തീ 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 ഇളക്ക്.
വെള്ളം എടുത്തുണ്ട് വസതി കൂട്ടാ കരിയുന്നതിന് മുമ്പ് വെള്ളം എടുത്ത് വരാന്ന് ഏത് വെള്ളം എടുത്തുണ്ട് അതില്ല ആ ചരുവത്തി ഉള്ളി അരിഞ്ഞ് നമുക്ക് ചിക്കൻ ഇടാം. റെഡ് ചിക്കൻ ഇട്. ഓ അല്ല പിന്നെ ചിക്കൻ ആവട്ടെയാണോ? വെട്ടത് കൊണ്ട് കൊടുക്കാം നമുക്ക്. ഉപ്പുണ്ടോ? ഇല്ല ഉപ്പ് എടുത്തുണ്ടോ? ഉപ്പ് എടുക്കടാ. ഏതൊരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ അങ്ങ് ചിക്കൻ കൊണ്ട് കൊടുക്കും. ഇങ്ങനെ അങ്ങ് വേറൊന്നും വേവിക്കത്തുമില്ല, വെള്ളം ഒഴിക്കത്തുമില്ല, ഇങ്ങനെ തന്നെ കൊണ്ട് കൊടുക്കും. അത് ഇനിയും ചെയ്യും. കൽപ്പനയുടെ ഒരു സിനിമ ആർക്കെങ്കിലും അറിയാൻ കമൻറ്റ് ചെയ്യണേ. തിന്നുന്ന മറ്റേൽ അങ്ങേരാ ഹരിശ്രീ അശോകനാണ് തിന്നുന്നത്. ചിക്കൻ ഹൽവ എന്ന് പറയുന്നിട്ട്. മതിയോ? ഈ ഉപ്പ് എന്തോ ചെയ്യണം? വെള്ളം ഒഴിക്കട്ടെ. എന്നിട്ട് നമുക്കിനേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം മതിയോ? ശരി ഒഴിച്ചു. ആ ചിക്കനകത്ത് പിന്നെ വെള്ളം ഈ അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത്